ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈശോയുടെ വലിയ വലിയ പ്രസംഗങ്ങളുടെ കേൾവിക്കാരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഒരിക്കലും തന്നെ സ്ത്രീകളുടെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല. 5000 പുരുഷന്മാരും പിന്നെ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള വാക്കുകളാണ് ബൈബിളിൽ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എണ്ണമെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് സ്ത്രീകൾ ചെല്ലുന്ന സാഹചര്യങ്ങളെന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരു ധ്യാന കേന്ദ്രത്തിലാണെങ്കിലും ഏതെങ്കിലും ഒരു ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ഇടങ്ങളിലാണെങ്കിലുമൊക്കെ സ്ത്രീകൾ ഒരുപാട് പേര് എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ട്രീയില് വിഭവങ്ങൾ വിൽക്കുന്നത് ഒരു വലിയ മാള് ക്രിസ്മസ് ട്രീയില് ഒരുപാട് സമ്മാനങ്ങൾ പായ്ക്ക് ചെയ്ത് അലങ്കരിച്ചിട്ടു. ആർക്ക് വേണമെങ്കിലും എടുക്കാം എന്ന് അവർ വിളംബരവും ചെയ്തു. അതിൽ വലിഞ്ഞു കയറുന്നത് മുഴുവനും സ്ത്രീകളായിരുന്നു. അതുപോലെ പല ഇടങ്ങളിലും സാരി കൊടുക്കുന്ന സ്ഥലങ്ങളിലായാലും ഒക്കെ അങ്ങനെ നമ്മൾ കാണാറുണ്ട്. എന്തായിരിക്കും സ്ത്രീകളെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടുന്നത് എന്ന് നമ്മൾ വല്ലപ്പോഴും ഒന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. സ്ത്രീകൾക്ക് സാധനങ്ങൾ വാരിക്കൂട്ടി വെക്കണം എന്ന ആശ കൊണ്ടാണോ, അതോ തന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് കൂടുതൽ കൂടുതൽ കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ ഇവര് ഇങ്ങനെ ചെല്ലുന്നത്? പലപ്പോഴും ഒരു സാരിക്കടയിലേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് കേട്ട് ഇടിച്ചു കയറി ചെല്ലുന്ന സ്ത്രീകളുടെ എണ്ണം കാണുമ്പോൾ ആ സാരികൾ മുഴുവനും അവർക്ക് ധരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും നമ്മിൽ കൂടുതൽ പേരും. എന്നാൽ അങ്ങനെ സാരികൾ വാങ്ങുന്നവര് എത്രയോ പേര് പെൺമക്കൾക്ക് ചുരിദാറും വീടിന്റെ കർട്ടനും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അതേ സാരികൾ ഉപയോഗിക്കുന്നുണ്ടാവും. വിശുദ്ധ ഗ്രന്ഥത്തില് ഇത്തരം ഒരു അനുഭവമുണ്ട്. ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നപ്പോൾ സ്രാവക്കാരിയായ ആ സ്ത്രീ ഈശോയെ തൊട്ടു. ഒരുപാട് ജനസഞ്ചയം ഈശോയെ തൊട്ടപ്പോഴൊന്നും ഈശോ അത് എടുത്തു പറയുന്നില്ല. എന്നാൽ ആ സ്ത്രീ തൊട്ടപ്പോൾ ഒരു കാര്യമുണ്ടായിരുന്നു. ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയൊക്കെയാണ്. ഒരു സ്ത്രീ പാപം ചെയ്യുമ്പോൾ 1000 കാരണം അതിന് ചുറ്റുമുണ്ടാകും. ഒരു സ്ത്രീ ദേഷ്യപ്പെടുമ്പോൾ ഒരുപാട് സങ്കടങ്ങൾ അവിടെ മനസ്സിലുണ്ടായിരിക്കും. ഒരു സ്ത്രീ പെട്ടെന്ന് നിശബ്ദയാകുമ്പോൾ അവിടെ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പ്രവാഹം മാത്രം ഇറ്റിറ്റു വീഴുമ്പോൾ അവളുടെ ഹൃദയത്തില് 1000 വാക്കുകൾ അവള് സംസാരിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈശോ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ലല്ലോ എന്ന് മാതാവിനെ ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊരാളുടെ സങ്കടമായാലും സ്വന്തം സങ്കടമായാലും ഒരുപാട് കാലം മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാൻ ഒരു സ്ത്രീക്ക് ആകുകയില്ല. അത് എങ്ങനെയെങ്കിലും അറിയിക്കണം എന്നുള്ള ഒരു ത്വര അവരുടെ മനസ്സിലുണ്ടാകും. അതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്കും ആ കുടുംബത്തിന്റെ നാണക്കേടും ആ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്ന സങ്കടങ്ങളുമൊക്കെ അമ്മയുടെ മനോമുഖരത്തിൽ അപ്പോഴേ തെളിയുന്നുണ്ടായിരുന്നിരിക്കും. അതുകൊണ്ടാണ് തൻ്റെ പുത്രന്റെ സമയമായിട്ടില്ല എന്നറിഞ്ഞിട്ടും ആ അമ്മ ഓടിയെത്തുന്നത്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ഓരോ സ്ത്രീകളെയും നമുക്ക് ഓർക്കാം. അവർക്കൊക്കെ പരിശുദ്ധ അമ്മയുടെ മുഖമാണെന്ന് ഒന്ന് തിരിച്ചറിയുക. ചിലര് നമ്മളോട് കോപപ്പെട്ട് ഇറങ്ങിപ്പോയി, ചിലര് ഇടയ്ക്ക് വെച്ച് ബന്ധം മുറിച്ച് ഉപേക്ഷിച്ചു പോയി, മറ്റു ചിലര് മരണം വഴി നമ്മളിൽ നിന്ന് അകന്നുപോയി. ചിലപ്പോഴത് നമ്മുടെ അമ്മയാവാം, ഭാര്യയാവാം, സഹോദരിയാകാം, ചേച്ചിയാകാം, അനിയത്തിയാകാം. ഇവർക്കെല്ലാവർക്കും ഉള്ളത് പരിശുദ്ധ അമ്മയുടെ ആ കണ്ണുകളാണ് എന്നോർക്കുക. എന്നിട്ട് ആ കണ്ണുകളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിക്കുക, എനിക്ക് നിന്നെ മനസ്സിലായിട്ടില്ല അല്ലേ? അങ്ങനെ
ജീവിതത്തിൽ കടന്നുപോയ, ഇപ്പോഴും നമ്മോട് കൂടെയുള്ള ഓരോ സ്ത്രീക്കും സാന്ത്വനത്തിൻ്റെ ഒരു സ്പർശമാകാൻ, ഏറ്റെടുക്കലിൻ്റെ ഒരു ഉത്തരവാദിത്വമാകാൻ യോഹന്നാൻ ശ്ലീഹ ഈശോ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്നാണ്. സ്വന്തം ഭവനത്തിൽ ഒരു വ്യക്തിയെ സ്വീകരിക്കണമെങ്കിൽ ഭവനത്തിലും ജീവിതത്തിലും അതിലേറെ ഹൃദയത്തിലും സ്വീകരിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഈശോയെ, അങ്ങയുടെ അമ്മയുടെ മനസ്സുള്ള, അല്ലെങ്കിൽ അങ്ങനെ ആവാൻ കഴിയാതെ പോയ ഞാൻ കണ്ടുമുട്ടിയ എല്ലാവരെയും സമർപ്പിക്കുകയാണ്. അവരെ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പ്രതീകമായ ആ മാതൃഹൃദയങ്ങളെ, ആ പെൺഹൃദയങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കരുണയോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ ജീവിക്കാനുള്ള കൃപാവരം ഓരോ സ്ത്രീക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.